ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കർണാടകയിലെ അധികാര തർക്കങ്ങളിൽ ഇടപെട്ട് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധിയുടെ ഇടപെടൽ തേടിയിരുന്നു. ഇതിനിടെ ശിവകുമാർ ഉടൻ കർണാടക മുഖ്യമന്ത്രിയാകുമെന്ന അവകാശവാദവുമായി MLA ഇക്ബാൽ ഹുസൈൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാമെന്ന BJPയുടെ വാഗ്ദാനത്തെ DK ശിവകുമാർ തള്ളുകയും ചെയ്തു. അതേസമയം കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വര മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യവുമായി അനുയായികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. हाईकमांड बोले तो टीम है, अकेला नहीं रहता, टीम है. जब हमारी पूरे हाईकमांड की टीम बैठ के चर्चा करके निर्णय लेगा. നോബൽ മാരിക്കാരനും ആദിൽ പാലോടുമുണ്ട്. ആദ്യം നോബിളിലേക്ക്. നോബിൾ, ഹൈക്കമാൻഡ് നിലപാടാണ് നിർണായകം. ഇപ്പോൾ രണ്ടുപേരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഖർഗെ നേരത്തെ കർണാടകയിൽ എത്തി നടത്തിയ ചർച്ച, അതിൽ ഒരു കാര്യവും ഉരുത്തിരിഞ്ഞില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അപ്പോൾ എത്ര മണിക്കാണ് ഇരു നേതാക്കൾക്കും സമയം നൽകിയിരിക്കുന്നത് നോബൽ? കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ തുടരുന്ന ഈ തർക്കത്തിന് എത്രയും വേഗം പരിഹാരം കാണുന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡും എത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളോട് എത്താനുള്ള നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നിലവിൽ DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി വലിയ സമ്മർദ്ദമാണ് ഹൈക്കമാൻഡിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്മർദ്ദം ഏറെക്കുറെ വിജയിക്കുന്നു എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകും എന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സിദ്ധരാമയ്യ പക്ഷം ഇതിൽ കൂടുതൽ നിലപാട് ഘടിപ്പിക്കുകയും തർക്കം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്ത് ആ പശ്ചാത്തലത്തിൽ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തി ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പക്ഷേ ആ ടീമായി പോകുമ്പോൾ നിലവിൽ തുടരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് വേണം പോകാൻ എന്നാണ് പ്രധാനപ്പെട്ടത്. എന്താണെങ്കിലും സിദ്ധരാമയ്യ വഴങ്ങുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം സിദ്ധരാമയ്യക്ക് ഒപ്പം കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അത് ഹൈക്കമാൻഡും ഏറെക്കുറെ ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് വലിയ സമ്മർദ്ദം ചെലുത്താതെ, വലിയ ഇടപെടൽ നടത്താതെ അല്പം മൗനം പാലിച്ചു നിന്നത്. പക്ഷേ എങ്കിൽ പോലും അതിൽ DK ശിവകുമാർ പക്ഷം കൂടുതൽ നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ ഹൈക്കമാൻഡ് ഇതിലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചതും കോൺഗ്രസിന്റെ മുഖമായതുമൊക്കെ DK ശിവകുമാർ തന്നെയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ സിദ്ധരാമയ്യക്ക് നൽകേണ്ടി വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം MLA-മാരുടെ പിന്തുണ എന്നുള്ളത് തന്നെയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ അന്ന് സിദ്ധരാമയ്യക്ക് നൽകുമ്പോൾ 2.5 വർഷം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിലേക്ക് മാറ്റാമെന്നൊരു ഉറപ്പ് ഹൈക്കമാൻഡ് നൽകിയിരുന്നു എന്നാണ് DK പക്ഷം വ്യക്തമാക്കുന്നത്. ആ 2.5 വർഷത്തിലേക്ക് പാർട്ടി എത്തുകയും ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ആ സ്ഥാനം മാറ്റം, പ്രത്യേകിച്ച് കസേര മാറ്റം ആവശ്യമുണ്ട് എന്ന് കോൺഗ്രസിനോട് DK ശിവകുമാർ പക്ഷം ആവശ്യപ്പെടുന്നതായി ദില്ലിയിൽ എത്തുന്ന ചർച്ചകൾ ഏറെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധിക്ക് അടക്കം ഇതിൽ താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് DK ശിവകുമാറിന് താല്പര്യം ഉണ്ട് എന്ന സൂചനയാണ് ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ആ സൂചന സിദ്ധരാമയ്യ ക്യാമ്പിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ സിദ്ധരാമയ്യ കൂടുതൽ MLA-മാരെയൊക്കെ ദില്ലിയിലേക്ക് അയക്കാനുള്ള നീക്കവും നടത്തുന്നതാണെങ്കിലും ദില്ലിയിൽ നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണ്. നിലവിൽ രൺദീപ് സിംഗ് സുർജേവാലയ്ക്കാണ് കർണാടകയിൽ ചുമതലയുള്ളത്. സുർജേവാല അടക്കം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ദില്ലിയിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഇതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഉണ്ടാകും എന്ന വിവരം പുറത്തേക്ക് വരുന്നു. നേതാക്കളെല്ലാം ദില്ലിയിലുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ദില്ലിയിൽ ബീഹാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രാഹുൽ തുടരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സോണിയാഗാന്ധിയുടെ ഇടപെടൽ നിർണായകമാണ്. പ്രത്യേകിച്ച് DK ശിവകുമാർ സോണിയാഗാന്ധിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ DK നേരത്തെ സോണിയാഗാന്ധിയെ കാണുന്നതിന് സമയം തേടുകയൊക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്ക് ഈ ബോളെത്തിയ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാകും എന്ന് കരുതാം. എന്താണെങ്കിലും DK ശിവകുമാർ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നു എന്ന് വേണം നമുക്ക് ഹൈക്കമാൻഡ്. ഇപ്പോൾ സിദ്ധരാമയ്യോ അല്ലെങ്കിൽ DK ശിവകുമാറോ എന്ന ചോദ്യത്തിന് DK ശിവകുമാർ ഹൈക്കമാൻഡുമായി നല്ല ബന്ധത്തിലാണ്. പല നിർണായക ഘട്ടങ്ങളിലും ഒരു ആപൽ ബാന്ധവനായി രംഗപ്രവേശം ചെയ്യാറുള്ള ആളുകൂടിയാണ് DK ശിവകുമാർ. അത്തരത്തിൽ പാർട്ടിക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പുറത്ത് സിദ്ധരാമയ്യക്ക് MLA-മാരുടെ കൂടുതൽ പിന്തുണ എന്നൊരു സാഹചര്യമുണ്ട്. അവിടെ കുറച്ചുകൂടി ജനകീയനായ നേതാവ് എന്ന വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ എങ്ങനെ പരിഹരിക്കാനാണ് ഈ 2.5 വർഷം എന്നുള്ള ഉറപ്പ്? അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ DK ശിവകുമാർ എന്ത് ചെയ്യാനാണ് സാധ്യത? ഇവരുടെ മനസ്സിൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യമാണ് BJP മുതലെടുക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സദാനന്ദ ഗൌഡ തന്നെ നേരിട്ടെത്തി പിന്തുണ നൽകാം, DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെങ്കിൽ എന്ന പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കെണിയിൽ വീഴാൻ താൻ ഒരുക്കമല്ല എന്നാണ് DK ശിവകുമാറിന്റെ പ്രതികരണം. പിന്തുണ തള്ളുന്നതായി DK ശിവകുമാർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. BJPയും
ജനതാദളും NDA പാർട്ടികൾ തന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല എന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ DK ശിവകുമാർ പറയുന്നു. NDA നേതാക്കൾ കോൺഗ്രസിന്റെ കാര്യം പറയേണ്ട, സ്വന്തം കാര്യങ്ങൾ പരിഹരിക്കുക മാത്രം ചെയ്താൽ മതി, സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് DK ശിവകുമാർ പറയുകയാണ്. സ്മൃതി, ക്ഷമിക്കണം, വളരെ പ്രധാനപ്പെട്ടൊരു അവകാശവാദങ്ങൾ കൂടി ഈ സമയം വരുന്നു എന്നതാണ്. DK ശിവകുമാർ ഉടൻ മുഖ്യമന്ത്രിയാകുമെന്നും 200% മുഖ്യമന്ത്രി കാര്യത്തിൽ മുഖ്യമന്ത്രി സീറ്റ് DK ശിവകുമാറിന് ഉറപ്പാണ് എന്ന് കോൺഗ്രസ് MLA ഇക്ബാൽ ഹുസൈന്റെ പ്രതികരണം വരികയാണ്. അങ്ങനെ DK ശിവകുമാർ ക്യാമ്പ് പരസ്യമായി തന്നെ DK ഉടനെ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതികരണവുമായി രംഗത്തെത്തുന്നു. അണികളാകട്ടെ തേങ്ങയുടച്ചും വഴിപാട് നടത്തിയും പൂജ നടത്തിയുമൊക്കെ DKയുടെ മുഖ്യമന്ത്രി പദത്തിനായി പ്രാർത്ഥിക്കുന്നു എന്നതാണ് മറ്റൊരു കൗതുകകരമായ വാർത്ത കർണാടകയിൽ നിന്ന് വരുന്നത്. ഘാട്ടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 1001 തേങ്ങയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഉടച്ചത്. ഏതായാലും ഈ തേങ്ങ ഉടയ്ക്കുന്നതൊക്കെ ഫലം കാണുമോ എന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അറിയാം. ഡിസംബർ 1 പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് നേതൃതലത്തിലെ ധാരണ. ഏതായാലും അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടുവരികയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾ നടന്ന് 1 മാസത്തോളമാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പലതവണ ശ്രമിച്ചിരുന്നു DK ശിവകുമാർ എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അപ്പോഴും ഒരു മെസ്സേജ്, വാട്സാപ്പിൽ ഒരു മെസ്സേജ് മാത്രമാണ് DK ശിവകുമാറിന് കിട്ടിയത്. പ്ലീസ് വെയിറ്റ്, ഐ വിൽ കോൾ യു എന്ന മെസ്സേജാണ്. ലളിതവൽക്കരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ രാഹുൽ ഗാന്ധി കാണുകയാണോ എന്ന ചോദ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. പ്രശ്നത്തിൽ അടിയന്തരമായി രാഹുൽ ഇടപെടണമെന്ന ആവശ്യവുമുണ്ട്. നേരത്തെ അസമിൽ നിന്ന് ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് പോയതുപോലെ, മധ്യപ്രദേശിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ BJPയിലേക്ക് പോയതുപോലെ കർണാടകയിലും ഒരു പിളർപ്പുണ്ടാക്കരുത് എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു നീക്കത്തിലേക്ക്, പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനാണ് ഹൈക്കമാൻഡിന്റെയും തീരുമാനം. സ്മൃതി, ശരി, ഏതായാലും രണ്ടുപേരെയും DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആദിൽ പാലോടും ഒപ്പം തന്നെ നോബിൾ മാരിക്കാരനുമാണ് വിവരങ്ങൾ നൽകിയത്.